ഹലോ ഗായ്സ്, നമ്മൾ ലെറ്റ്സ്പേയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മൈനിങ് ഏരിയ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ അതിൽ സ്റ്റെപ്സ് വെക്കണം, പെട്ടെന്ന് ഇറങ്ങാനും കയറാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ കുറച്ചു നേരം മൈൻ ചെയ്യും, എത്ര ഡയമണ്ട് കിട്ടും നോക്കും. അടുത്ത വീഡിയോയിൽ നമ്മളൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അയണ് അത് കളക്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. Hey guys, what's up? It's me Nishan and you're watching Nishan Plays. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയയുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച ഡയമണ്ട്സിന് ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഗെയിമിലെ. അപ്പോൾ നമുക്ക് ഈ തലയുടെ മുകളിലുള്ള ബ്ലോക്സ് ഒക്കെ ഒന്ന് പൊട്ടിക്കാം ഈസി ആക്സസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ പൊട്ടിക്കുന്നത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല, നിങ്ങൾ ഇതിന്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ബ്ലോക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറെ ഓട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പാച്ചപ്പ് ചെയ്തിട്ട് കളക്ട് ചെയ്യാനുള്ള ഓർസ് കളക്ട് ചെയ്യാം. അപ്പോ അതിന്റെ അത് നമുക്ക് നോക്കാം. അത് ഗൈസ്, നമ്മള് ഫുള്ള് പാച്ചപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് സ്റ്റെപ്പ് വെക്കാം, നമുക്ക് സ്റ്റേഴ്സ് വെച്ചിട്ട് നടക്കാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ടൈം ലാപ്സ്. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഫുള്ള് സ്റ്റെപ്പ് വെച്ച് തീർത്തിട്ടുണ്ട്, സ്റ്റേഴ്സ് വെച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് ലാസ്റ്റ് വന്നത്? ഈ ടോർച്ചുകളൊക്കെ ബ്ലോക്കിന്റെ ഉള്ളിൽ കയറ്റണം. അത് ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു മോൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഈ മുൻഭാഗത്ത് നമുക്ക് കുറച്ച് ഇത് വെക്കാം, മറ്റേ സ്ലാബ് വെക്കാം. കാരണം ഇടക്കിടക്ക് അതിലേക്ക് വീഴുന്നുണ്ട്, അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാം. അപ്പൊ നമ്മൾ ഇത്ര ഭാഗം ചെയ്തിട്ടുണ്ട്, ഇത്ര മതി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ശരിയാക്കാം. അതിന് മുന്നേ ഇവിടുത്തെ ഡേർട്ടൊക്കെ ഒന്ന് നോക്കാം നമുക്ക്.
ഇപ്പൊ നമ്മുടെ കയ്യില് അത്ര ലോക്സ് ഇല്ല, നമുക്ക് പോയി കുറച്ച് ലോക്സ് കളക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഒരു ആക്സ് കൂടി ക്രിയേറ്റ് ചെയ്ത്, ഡയമണ്ട് ആക്സ്, എന്നിട്ട് പോയി കുറച്ച് മരം വെട്ടിട്ട് വരാം. നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് വേഗം പോയി ഇച്ചിരി മരം വെട്ടി കൊണ്ടുവരാം. എന്നിട്ട് വേഗം പോയി കടന്നുറങ്ങി നൈറ്റ് സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ മരം വെട്ടിയതിനു ശേഷം കാണാം. അപ്പഴേ ഗൈസ് നമ്മൾ മരം വെട്ടി ആ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ബില്ല് കംപ്ലീറ്റ് ചെയ്യാം ഹോസ്റ്റലില്. അപ്പൊ നമ്മൾ അവനെ അങ്ങ് തട്ടിയിട്ടുണ്ട്, ഒരു സ്ഥലത്തും കൂടി ഉണ്ട്. അപ്പഴേ ഗൈസ് ഒരു ബോ കിട്ടിയിട്ടുണ്ട്, വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഗൈസ് ഈ ബില്ലിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാൻ ബിൽഡിങ് ഐഡിയാസ് അങ്ങനെ ഒന്നുമില്ല. ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങ് ചെയ്ത് വെക്കുക, അതാണ് ചെയ്യാറ് സാധാരണ. ഇവിടെ നമുക്ക് ലോഗ് വെച്ചിട്ടൊരു 2-3 ഫില്ലർ പണിയാം. നമുക്ക് ഇവിടെ അതേപോലെ അതേ ഹൈറ്റിലൊരു ഫില്ലർ പണിയാം. അവിടുന്ന് ഇവിടുന്ന് തള്ളി നിൽക്കുന്ന രീതിയിൽ ഓരോ കൂടി നിൽക്കണം. ഈ മലയുടെ ഭാഗം കുറച്ചുകൂടി ഇടിച്ച് കളയണ്ട, അപ്പൊ അത് ചെയ്തതിനു ശേഷം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് നമുക്ക് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഈ മുന്നിലെ കുറച്ച് ബ്ലോക്ക് കൂടി പൊട്ടിച്ച് കളയാം. അടിയിലേക്ക് അത്ര വീതി കിട്ടുന്നില്ല, ഈ മോൾ ഭാഗം മാത്രം തോന്നിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മാത്രം. ഈ ഫ്രണ്ടിലെ ഭാഗം ഇത്ര മതി ഗൈസ്. അപ്പത്തെ ഇനി ആ രണ്ട് സൈഡിൽ നമുക്ക് ഓരോ ലാൻഡേൺ കൂടി തൂക്കിയിടാം. നമുക്ക് പോയി 2 ലാൻഡേൺ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പത്തേ ഗൈസ് നമ്മൾ 2 ലാൻഡേൺ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് നമ്മളെ ഒരു പില്ലറിന്റെ അവിടെ വെക്കാം. ഗൈസ് കുഴപ്പമില്ല, അപ്പൊ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോ അടുത്ത വീഡിയോയില് നമ്മളൊരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ബ്രീഡറിന്റെ റിസോഴ്സ് കളക്ട് ചെയ്യണതും ബ്രീഡർ ഉണ്ടാക്കണമായിരിക്കും അടുത്ത വീഡിയോ. റിസോഴ്സ് കളക്ട് ചെയ്യൽ ഈ വീഡിയോയിൽ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നമുക്ക് ടൈം ഇല്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.